ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഏവർക്കും പപ്പാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ദിവസമായി കണ്ടിട്ട് അല്ലേ? മടിയോ അല്ല ഇവിടെ പണിയോ? ഇവിടെ പണി നടക്കുന്നുണ്ട്. അവൻ ചെറിയൊരു മടിട്ടോ. പണിന്റെ ഇടയിൽ ഇവിടെ ഭയങ്കര സൗണ്ടും നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ക്ലിയർ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ദിവസം ലീവാക്കി. അപ്പം എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങൾ? സുഖം. അപ്പം എന്താ പറയാനുള്ളത്? അപ്പോൾ ഒന്നുമല്ല, സബ്സ്ക്രൈബേഴ്സിനോട് നമ്മൾ കുറച്ച് നേരം വൈകി. അപ്പം നമ്മൾ ഒരു നിങ്ങൾക്ക് അറിയാവുന്ന ഫുഡ് തന്നെയാണ്. നമ്മളൊരു അടിപൊളി ബിരിയാണി അല്ല, ചിക്കൻ മധുകൂത്ത്, ഒരു യമനി ട്രഡീഷണൽ ഫുഡാണ്. അപ്പം നമ്മൾ കഴിയുന്ന പോലെ നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കാം. അത് വേറൊരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഇന്ത്യൻ ടച്ചും കൂടി ആക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് കഴിക്കാം, നമുക്ക് കുറച്ച് എരും പുളിയൊക്കെ വേണമല്ലോ. അപ്പോൾ ആ രൂപത്തിലാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ മധുകൂത്ത് മസാല ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. മധുകൂത്ത് മസാല എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട്, അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്യാതെ ഞാനിങ്ങനെ ഓരോന്നോരോന്ന് വേറെ കാണിക്കും. തൽക്കാലം അങ്ങനെ ഇട്ടാലും മധുകൂത്താവും. അപ്പം വേറെ എന്താ പറയാനുള്ളത്? പുതുതായിട്ട് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഒരാക്കിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. കൂടുതൽ നമ്മൾ ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാം, നേരെ വീഡിയോ കിട്ടും അല്ലേ? അപ്പം നമ്മൾ 2 ചിക്കനാണ്, 2 കിലോ അരി, 2 ചിക്കന്. ഐസൊക്കെ ഇങ്ങനെ പോകണമല്ലോ. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? ഇത് നടു കട്ട് ചെയ്യണം. നമ്മൾ നടു ഈ ഇവിടെ ഉണ്ടൊരു എല്ല്, എല്ല് വെച്ചിട്ട് നടു കട്ട് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ കിട്ടും. ഇവിടെ ഇങ്ങനെ നടു കട്ട് ചെയ്ത് ഇതിങ്ങനെ പൊഴിച്ചു. അത്ര ഞാൻ ചെയ്യണുള്ളൂ. കണ്ടോ, ചട്ടിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ചെമ്പ് ചട്ടില്ല, സോറി, ചെമ്പ് ചൂടാട്ടെ. ഈ അരി കണ്ട നമ്മൾ ആ വെള്ളം നല്ല കറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് അത് ഇതാക്കുന്നത്. ഇതിപ്പോൾ 2 കിലോ അരിയാണ്. 2 കിലോ അരി എന്ന് പറയുമ്പോൾ ഇത് അളക്കുക. ഇതിപ്പോൾ 1 കിലോനായാലും 2 കിലോനെ അളക്കുക. അളന്നിട്ട് കറക്റ്റ് 1.5 ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിടണം. കേട്ടോ, അങ്ങനെ ചെയ്യണം. അപ്പം നമ്മളിതിൽ ആവശ്യമുള്ള ഓയിൽ വെച്ച് കൊടുക്കുക. ആവശ്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ എണ്ണ ഒന്നും ഉപയോഗിക്കണ്ട. കോഴി എല്ലാം കൂടെ ഉണ്ടല്ലോ കേട്ടോ. ഓയിൽ ആവശ്യത്തിന് ഇത്രയും മതി. ഒരു 100-150 ഓയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളൊരു 2 ഉള്ളിയാണ്, 2 സവാള, അതാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. ഒരു കഷ്ണ ഇഞ്ചി, അത് വലുതാക്കി ഇങ്ങനെ അരിഞ്ഞതാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഈ ചിക്കനാണ് നമുക്ക് ഇട്ടെടുക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ് വെളുത്തുള്ളി 3 ഉണക്ക ചെറുനാരങ്ങ, പിന്നെ 1 ടീസ്പൂണ് മുളകും പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക്, പിന്നെ ചെറിയ ജീരകം പൊടിച്ചതാണ് 1/2 ടീസ്പൂണ്, പിന്നെ ഇത് ഗരം മസാല, 2 പട്ട, 3 എന്താ പറയുക മാഗി ക്യൂബ്, ചെറിയ ജീരകം മണി, 1/2 ടീസ്പൂണ് മല്ലിമണി, 10 ഗ്രാമ്പു, ഏലക്ക. ഈ സാധനങ്ങളാണ് നമ്മൾ വേണ്ടത് കേട്ടോ. ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ടു.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ മസാല. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതാ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിതിന് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതല്ല ഒരു മീഡിയം സൈസ് 5 ഉരുളൻകിഴങ്ങ് അത് ഇതിലിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇതിൽ ഈ ചിക്കന് ഈ വെള്ളത്തിൽ വേവണം, നല്ല ഒരു 100% വെന്ത് കിട്ടണം. എന്നിട്ട് ഇതിൻ്റെ സൂപ്പാണ് നമുക്ക് ആവശ്യം. ഈ സൂപ്പിലാണ് നമ്മളിതിൻ്റെ റൈസ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ചെറുനാരങ്ങയാണ്, ഇതൊരു 3 ചെറുനാരങ്ങ, വലിയ നാരങ്ങയല്ല ചെറുനാരങ്ങ. അപ്പോൾ ഇതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ സാധാരണ ഉണക്കനാരങ്ങ പൊടിക്കലാണ്. ഞാനിതെന്താ ചെയ്തെന്ന് വെച്ചാൽ ഉണക്കനാരങ്ങ ഇതിട്ടുന്നുള്ളൂ, ഇത് പൊടിക്കണില്ല. അപ്പോൾ ഇതിക്ക് പുളി ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇതിലൊരു 1.5 ചെറുനാരങ്ങൻ്റെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളിയൊക്കെ ഒന്ന് പൊടിക്കട്ടെ, ബാക്കി നമുക്ക് ആവശ്യമാണ് കേട്ടോ. ഇനി നമുക്കൊന്നൊരു കാര്യം കൂടി ചെയ്യാം. നമുക്ക് ഇതൊന്ന് പുളിയും നമ്മളെ എരിവും എല്ലാം ഒന്ന് ഉണ്ടോ ഒക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒന്നും പറയില്ല, ഒക്കെ കറക്റ്റാണ്. ഒരു നുള്ളു ഉപ്പ് കുറയുണ്ട്, അത് വേണേ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് കണ്ട ടൊമാറ്റോ പേസ്റ്റ് ഇതില്ലെങ്കിൽ തക്കാളി നല്ല വെള്ളം കൂട്ടാതെ നമ്മൾ അടിച്ചിട്ട് വാർന്നാലും മതി കേട്ടോ. ഇതിപ്പം എനിക്ക് കിട്ടിയോണ്ട് മാത്രമേ ഞാൻ ഇടുന്നത്. ഇതൊരു 100 ഗ്രാമാണ്, 2 കിലോയ്ക്ക് ഒരു 100 ഗ്രാമാണ് ഞാൻ ഇട്ടത്. ഇത് കിട്ടിയോണ്ട് മാത്രമേ ഞാൻ ഇടുന്നത്. ഇത് നമ്മളെ മസാലയിൽ എണ്ണയിൽ ഇടുമ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ഇട്ടത്. ഓക്കെ കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കണ്ട, ഇതൊന്ന് വിട്ടുപോയതാണ്. ഇത് നമുക്ക് മസാലയിൽ ഇടേണ്ടതാണ്. ഇതിപ്പോൾ ഇട്ടിട്ടുണ്ട്. ഒരു തുടം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചും കേട്ടോ. അപ്പം നമ്മളെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. അപ്പം നമ്മളെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് കണ്ടില്ലേ. ഇനി ഈ സൂപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ചോറ് വെക്കണത് കേട്ടോ. ഉപ്പൊക്കെ നോക്കി പാകത്തിനാക്കിയിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഉരുളൻകിഴങ്ങ് നമ്മളെ എന്താ പറയുക, ഈ വെളുത്തുള്ളിൻ്റെ ഈ ഒരു സംഭവമൊക്കെ നമ്മൾ ഇതിലേക്ക് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 ക്യാരറ്റ്, ഒരു 5-8 പച്ചമുളക് ആവശ്യത്തിന് ഇട്ടാൽ മതി. പിന്നെ 2 തക്കാളി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഇത് കൂടുതൽ ചീഞ്ഞ് അളിയാൻ പാടില്ല, അതുകൊണ്ട് അത് ഇപ്പോൾ ഇട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അരിയൊക്കെ തിളച്ച് റെഡിയാക്കി ഇത് അരി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മളെ വെള്ളം ഞാൻ പറഞ്ഞല്ലോ 1 to 1.5, ഇത് 2 കിലോ അരിയാണ് നമ്മളെടുത്തത്. അപ്പം അരിൻ്റെ വെള്ളമൊക്കെ കണക്കാക്കാൻ ചോറ് എന്ത് ചെയ്യുന്നവരെ കട്ട പിടിച്ചു ഉടഞ്ഞു പോകും. അപ്പോൾ അരമണിക്കൂർ നമ്മൾ എന്ത് ചെയ്ത് വെള്ളത്തിലിട്ട് ഇട്ടാ. അപ്പം നമ്മൾ ഈ ചിക്കന് നമ്മളെ ഒരു മസാല കൂട്ടിയിട്ട് നമ്മൾ ഇതാക്കുക. അറബിക്ക് അയക്കുകയാണെങ്കിൽ നമ്മളെ മസാല കൂട്ടണം. അപ്പോൾ നമുക്ക് തിന്നാൻ ഇതേമാതിരി ഒന്നും നമുക്ക് തിന്നാൻ കഴിയില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേമാതിരി ഫുള്ളാക്കണം എന്നില്ല കേട്ടോ, അരക്കോഴി ആക്കണം എന്നൊന്നുമില്ല. നിങ്ങൾ ചെറിയ പീസാക്കിയിട്ട് ഒക്കെ ചെയ്യാം. ഞാൻ അപ്പോൾ ഇതിങ്ങനെ ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ഒന്നുണ്ടാക്കാം. അതിന് നമ്മളെ കരിയേപ്പ് കണ്ടില്ല നിങ്ങൾ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു തുടം വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചും. പിന്നെ ഇത് ഞാൻ ഇട്ടതാണ്, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇഞ്ചും വെളുത്തുള്ളിൻ്റെ പൊടിയാണ് ഇത്. ഞാൻ നിങ്ങൾക്ക് വേണം ഇട്ടാൽ മതി. അതിന് പകരമാണ് നമ്മളെ ഇഞ്ചും വെളുത്തുള്ളി അരച്ചത്. ഇത് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കാര്യമാക്കണ്ട. പിന്നെ ഒരു മാഗി ക്യൂബ്, കാശ്മീരി ചില്ലി ഒരു 1.5 ടീസ്പൂണ്, ഒരു 1/2 ടീസ്പൂണ് കുരുമുളക്, പിന്നെ നമ്മളെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഈ സാധനങ്ങളാണ് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഓയിൽ വേണം. ഒരു 2 ടീസ്പൂണ് ഓയിൽ, ഇത്രയാണ് സാധനം വേണ്ടത്. പിന്നെ കുറച്ച് വെള്ളവും വേണം. ഒരു ലെമൺ നിന്നോട്ടെ,
പിന്നെ കുറച്ച് പാത്രത്തിൽ കുറച്ച് വെള്ളം ഇത് വേണ്ട. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായി കൂട്ടിയിട്ട് അങ്ങനെ ഇതൊക്കെ പൊടിച്ചിട്ട് വേണം, ഇതൊക്കെ ഒന്ന് പൊടിക്കാം, മസാല ആക്കാം. ഓക്കെ. അപ്പം നമ്മൾ ഇതിന് മസാലയൊക്കെ ഒന്ന് തേച്ച് എണ്ണയൊക്കെ കുട്ടികളൊക്കെ എണ്ണ തേക്കണ മാതിരി അങ്ങനെ തേച്ച് ലെവലാക്കി കൊടുക്കുക. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഇത് കിട്ടുന്നത്. എല്ലാ ഭാഗത്തും നല്ല ഇതൊക്കെ പിടിപ്പിക്കുക കേട്ടോ. അപ്പം നമ്മൾ ഈ ഉരുളൻകിഴങ്ങും അതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ. അപ്പം നമ്മൾ അരിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ദമ്മിലടക്കിടക്കട്ടെ കേട്ടോ. അപ്പം ഇത് നമ്മളൊന്ന് അടച്ച് വെക്കുക കേട്ടോ. അപ്പം ചോറൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പം തീ കമ്മിയാക്കണം. അപ്പം നിങ്ങൾ ഗ്യാസിമിലാണെങ്കിൽ തീ എന്ത് ചെയ്യുക, നമ്മളെ സിമ്മിലിട്ട് വെക്കുക. നമ്മൾ അടുപ്പത്താണെങ്കിൽ അപ്പം നിങ്ങൾ ആരും വെക്കില്ല, എനിക്കറിയാം, വലിക്കുക, തീയൊക്കെ കെടുത്തിട്ട് വലിക്കുക കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ട് ഓഫ് ചെയ്താൽ. അപ്പോൾ ഷിമു ഇതിലേക്ക് ഒരു ചട്നി വേണം. അപ്പോൾ ചട്നി ഉണ്ടാക്കാം. അപ്പോൾ ചട്നിക്ക് എന്തൊക്കെയാണ് വേണ്ടെങ്കിൽ ഉണ്ടാക്കൂലേ? ആ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. രണ്ട് തക്കാളി, ഒരു പിടുത്തം മല്ലിയില, പിന്നെ ഇതുണ്ടെങ്കിൽ മറ്റേ പുതിന ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു നുള്ളി ജീരകം, ഒരു 4-5 വെളുത്തുള്ളി, ഒരു ഉള്ളി, പിന്നെ ചെറുനാരങ്ങ. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇത് അല്ല ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ മല്ലിച്ചപ്പ്, തക്കാളി അല്ല ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇതും കൂടി ഇനി എന്ത് ചെയ്യുക, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ലെമൺ ഒഴിച്ച് കൊടുക്കുക. നമുക്കിത് കൂടുതൽ അടിയരുത്, ഒരു കുറച്ച് അടിയാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ഇതേമാതിരി കിട്ടണം, കൂടുതൽ അടിയരുത് കേട്ടോ. അപ്പം കുറച്ച് ഓയിൽ, കൂടുതൽ വയ്ക്കണില്ല, കുറച്ച് ഓയിൽ വയ്ക്കണുള്ളൂ. ഇത് മുങ്ങാൻ മാത്രം ഒന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ പതുക്കെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ആയി കിട്ടിയാണ് ഇത് കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ ഉരുളക്കിഴങ്ങ് ഇതിൽ എടുത്ത് മാറ്റിയെന്ന് അത് ഉടക്കണ്ടല്ലോ നമ്മൾ കേട്ടോ. ഇതിങ്ങനെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് എടുക്കുക. അപ്പോൾ ഇത് ഓൾറെഡി വെന്താണല്ലോ. അപ്പോൾ ഈ ബാക്കിയുള്ള ഈ കരിയേപ്പും ഈ എന്താ പറയുക ഉരുളക്കിഴങ്ങൊക്കെ ഇങ്ങനെ ഇട്ടെടുക്കാം. വെളുത്തുള്ളിൻ്റെ ഇതിങ്ങനെ എണ്ണയിൽ ഇങ്ങനെ ഒന്ന് ഓക്കെ. അപ്പം ഇതൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ അപ്പോൾ ചോറൊക്കെ വെന്ത് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ ചോറൊക്കെ റെഡി ആയി. അപ്പോൾ നമ്മൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. ഞാൻ പറഞ്ഞില്ല, തികച്ചും വ്യത്യസ്തമായ ഒരു സംഭവമാണ്. അതായത് ഇത് നമ്മൾ ഇന്ത്യൻ മസാലയും പിന്നെ ഫ്രൈ ഒക്കെ ആക്കിയിട്ട് നമ്മൾ മാറ്റി. അപ്പോൾ അതാണല്ലോ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കുട്ടൻസ്. അപ്പോൾ നമ്മൾ ലേശം കഴിച്ചു നോക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ചോറും ചിക്കനും ഉണ്ടാവും, ഒരു ഉരുളൻകിഴങ്ങ്, ഇപ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു മജ്ജ ഇട്ടുള്ളൂ. ഒരു പച്ചമുളക്,
ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇതിട്ട്. പച്ചമുളക് അപ്പോൾ നിർത്തില്ല. ഇനിയിപ്പോൾ താണ്ട കണ്ടോ ഇനി തൂമുണ്ട്. ആ സാധനം ഉണ്ടല്ലേ. ആ അത് ശരി. അപ്പം അതും അല്ല ഓക്കെ. അപ്പം നമ്മളൊന്ന് കഴിച്ചു നോക്കട്ടെ. ഞാനാദ്യം കഴിച്ചു നോക്കട്ടെ, അതാണ് എനിക്ക്. അപ്പം ഞാനത് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള അറിയണമല്ലോ. എസ് പിയോ? ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, അതായിക്കോട്ടെ, ആ പ്രശ്നമില്ല. അപ്പം എല്ലാം കൂടെ കൂട്ടിയിട്ട് കുഴച്ചിട്ട് ഒന്ന് അടിച്ചു വെക്കാം. ബിസ്മില്ലാ. ഞാൻ പറഞ്ഞത് ശരിയല്ല. അപ്പം നിങ്ങൾക്കത് പറഞ്ഞത് അത് ഇവിടെ നിൽക്കണ്ടേ. സൂപ്പറാണ്. ഇനി ആർക്കാ ഷിബുനാണോ? എങ്ങനെയുണ്ട് പറഞ്ഞു കൊടുക്കി. അടിപൊളിയായിട്ടാണ് കൊടുക്കില്ല ഭയങ്കര. ഇപ്പൊ മുങ്ങി നേരത്തെ മറിഞ്ഞിട്ടില്ല. സാറല്ലേ ഈ ഒരാളിത് അവിടെ കൊതി കാട്ടി നിൽക്കുന്നുണ്ട്. കൊതിയൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും കിട്ടിയില്ലേ? അപ്പൊ ഞാൻ എല്ലാരും ഉഷാറാണോ? ആ അപ്പൊ പോലെ ഉഷാറ് നല്ലാതെ പറയുന്നത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അറിയിക്കും, കമൻസൊക്കെ അറിയിക്കുക. അപ്പം എന്താ പറയാ, എല്ലാവരും ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്താൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത്, ഒന്ന് ഉഷാറാക്കി തരിക ഞങ്ങൾ ചാനല്. അപ്പം നമുക്ക് അടുത്ത് അല്ലേ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, അസ്സലാമു അലൈക്കും.